ഹായ് ഡിയേഴ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ബിസ്ക്കറ്റ് വെച്ചിട്ട് ഒരു കേക്ക് റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റാണ് എടുത്തത്. ഇതിപ്പം വലിയ പാക്കറ്റ് 2ആണ്. നിങ്ങൾ ചെറിയ പാക്കറ്റാണ് എടുക്കുന്നതെങ്കിൽ 4 പാക്കറ്റ് എടുക്കണം. എന്നിട്ട് അതൊരു മിക്സി ജാറിലേക്ക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക. നിങ്ങൾ ഓറിയോ ബിസ്ക്കറ്റ് അല്ല വേറെ ഏതെങ്കിലും ബിസ്ക്കറ്റാണ് എടുക്കുന്നതെങ്കിൽ ബിസ്ക്കറ്റിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് കുറച്ച് വേണമെങ്കിൽ ഷുഗറും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് പൊടിച്ച് കൊണ്ടുവരാം. ഇതാ ഞാനിവിടെ ബിസ്ക്കറ്റ് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. പിന്നെ 1/2 കപ്പ് പാലാണ് കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതിനുശേഷം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത കേക്ക് ടിന്നിലേക്ക് നമ്മൾക്ക് ഈ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതൊന്നൊന്ന് ടാപ്പ് ചെയ്യാം കേട്ടോ. എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ചൂടായ ഒരു കുക്കറിലേക്ക് നമ്മൾ ഒരു തട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾക്ക് കേക്ക് ടിൻ ഇറക്കി വെച്ചിട്ട് ഒരു 30 നിമിഷം ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എടുത്തത് വലിയ കുക്കറും ചെറിയ കേക്ക് ടിന്നും ആയതുകൊണ്ട് എനിക്ക് 30 നിമിഷം വേണ്ടി വന്നു. നിങ്ങൾ എടുക്കുന്ന പാത്രത്തിൻ്റെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരും. അപ്പം ഏകദേശം എന്തായാലും 20 മിനിറ്റിൽ കൂടുതൽ നമ്മൾക്കിത് വേവിക്കേണ്ടി വരും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, വെയിറ്റ് ഇടാൻ പാടില്ല. അപ്പോൾ എനിക്ക് 30 മിനിറ്റ് വേണ്ടി വന്നു കേട്ടോ. ഏകദേശം 1/2 മണിക്കൂർ വേണ്ടി വന്നു കേക്ക് ഒന്ന് ബേക്ക് ആവാൻ. അപ്പോൾ നമ്മൾ ഒരു സ്റ്റിക്ക് വെച്ചൊന്ന് കുത്തി നോക്കുമ്പോൾ ഇതുപോലെ ഒട്ടാതെ വരുന്നുണ്ടെങ്കിൽ കേക്ക് റെഡിയായി എന്നർത്ഥമാണ് കേട്ടോ. ഇനി ഇത് ചൂടോടെ തന്നെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഒന്നൊന്ന് തണിയുന്നവരെ വെയിറ്റ് ചെയ്യാം. അവിടെ തണിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് മുറിച്ച് നോക്കാം. അപ്പം മുറിക്കുമ്പോൾ അറിയാം എത്രത്തോളം ഇത് സോഫ്റ്റ് ആണെന്നുള്ളത്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓറിയോ ബിസ്ക്കറ്റ് തന്നെ വേണമെന്നില്ല, വേറെ ബിസ്ക്കറ്റിലും ചെയ്യാം. പക്ഷേ ആ മധുരത്തിൻ്റെ അളവ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്